നമസ്കാരം. മലയാളികളുടെ അഭിമാനമുയർത്തിയ വാഹനമാണ് KSRTC ബസ്സുകൾ. ഇതിനെ ആനവണ്ടി എന്ന് വിളിക്കും. എങ്കിലും അത് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനമെന്നുള്ള രീതിയിൽ KSRTC ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന 35,000 സ്ഥിര ജീവനക്കാരും 10,000-ഓളം താൽക്കാലിക ജീവനക്കാരും ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ഇതിൻ്റെ ചരിത്രം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവായ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ആശയമാണ്. പൊതുജനത്തിന് യാത്ര ചെയ്യുവാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ സുരക്ഷിതമായ മാർഗം വേണം. അത് രാജാവിൻ്റെ ചിന്തയിൽ വന്നു. തൻ്റെ ആലോചന ദിവാനായ സർ CP രാമസ്വാമി അയ്യരെ അറിയിക്കുകയും പ്രജാസഭയിൽ ഇക്കാര്യം അവതരിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സാധാരണക്കാർക്കുള്ള പൊതുഗതാഗത പദ്ധതിയുടെ ആദ്യ രൂപം 1937 ജൂലൈ 21 ദിവാൻ ശ്രീമൂലം പ്രജാസഭയിൽ അവതരിപ്പിച്ചു. തുടർന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മഹാരാജാവ് ബാലരാമവർമ്മ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ രൂപം നൽകി. രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ക്ഷണപ്രകാരം പൊതുഗതാഗത രംഗത്തെ പണ്ഡിതനും ലണ്ടൻ പാസഞ്ചർ ബോർഡിലെ അസിസ്റ്റൻ്റ് സൂപ്രണ്ടുമായ ശ്രീ EG സോൾട്ടർ 1937 സെപ്റ്റംബർ 20 തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജോലിയിൽ പ്രവേശിച്ചു. അദ്ദേഹം മുൻകൈയെടുത്താണ് ബസ് നിർമ്മാണത്തിനുള്ള ചെയ്സുകളും മറ്റും കരാർ നൽകി. ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന എഞ്ചിനുകളും ചാസികളും ചേർത്ത് ഇവിടുത്തെ റോഡിന് യോജിച്ച ബസ്സിൻ്റെ മാതൃക തയ്യാറാക്കി. EG സോൾട്ടർ എന്ന ബ്രിട്ടീഷുകാരനാണ് അതിന് നേതൃത്വം നൽകിയത്. കൃത്യം 5 മാസം കൊണ്ട് 34 ബസ്സുകളെയും അതിനുവേണ്ട തൊഴിലാളികളെയും അദ്ദേഹം നിരത്തിലിറക്കി. ഉദ്ഘാടന ചടങ്ങിൽ മഹാരാജാവിനെ കൊണ്ട് ഡ്രൈവ് ചെയ്തു. തിരുവിതാംകൂറിൻ്റെ സ്വന്തം പൊതുഗതാഗതത്തിന് അദ്ദേഹം അങ്ങനെ തുടക്കമിട്ടു. ആ രാജകീയ ഓട്ടം തിരുവിതാംകൂറിൻ്റെ ഒരു ഉത്സവമായിരുന്നു. 86 വർഷം മുമ്പ് ഒരു പകൽ, കൃത്യമായി പറഞ്ഞാൽ 1938 ഫെബ്രുവരി 20 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം പട്ടണത്തിൽ അന്ന് ഉത്സവ പ്രതീതിയാണ്. വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ രാവിലെ മുതൽ ആളുകൾ പട്ടണമധ്യത്തിലുള്ള തമ്പാനൂരിലേക്ക് ഒഴുകിയെത്തി. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന് നടുവിൽ ലക്ഷണമൊത്തൊരാനയുടെ തലയെടുപ്പോടെ അലങ്കരിച്ച ഒരു ബസ് നിൽപ്പുണ്ടായിരുന്നു. അല്പസമയത്തിനകം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അവിടെ എഴുന്നള്ളി ആളുകൾ ആദരവോടെ രാജാവിനെ വണങ്ങിയ ശേഷം പാതയുടെ ഇരുവശങ്ങളിലേക്ക് മാറി നിന്നു. മഹാരാജാവും പരിവാരങ്ങളും ബസ്സിൽ കയറി. ശ്രീ EG സോൾട്ടർ എന്ന ബ്രിട്ടീഷുകാരൻ ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ബസ് മുന്നോട്ടെടുത്തു. ചെമ്മൺ പാതയിലൂടെ നിരന്നുനിന്ന ആളുകളുടെ ആർപ്പുവിളികൾക്കിടയിലൂടെ ബസ് കവടിയാർ കൊട്ടാരത്തിലേക്ക് നീങ്ങി. ഒന്നിനു പുറകെ ഒന്നായി 33 ബസ്സുകളും വമ്പൻ ജനക്കൂട്ടവും മഹാരാജാവിൻ്റെ വാഹനത്തിന് അകമ്പടി സേവിച്ചു. പിൽക്കാലത്ത് ഇന്ന് KSRTC എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടക്കത്തിൻ്റെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇത്രയും കഥ. ഇത് ഇത്രമാത്രം. ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ അടുത്തതിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. നന്ദി, നമസ്കാരം. മലയാളികളുടെ അഭിമാനമുയർത്തിയ വാഹനമാണ് KSRTC ബസ്സുകൾ. ഇതിനെ ആനവണ്ടി എന്ന് വിളിക്കും. എങ്കിലും അത് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനമെന്നുള്ള രീതിയിൽ KSRTC ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന 35,000 സ്ഥിര ജീവനക്കാരും 10,000-ഓളം താൽക്കാലിക ജീവനക്കാരും ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ഇതിൻ്റെ ചരിത്രം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവായ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ആശയമാണ്. പൊതുജനത്തിന് യാത്ര ചെയ്യുവാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ സുരക്ഷിതമായ മാർഗം വേണം.